തോടകഥാം താം 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 ധിന്തി ധിന്തി തകതോടങ്കു തക്കു താം തേ. ഇതിപ്പോൾ ഞാനിവിടെ പഠിപ്പിക്കുന്നത് പാട്ട് നമ്മുടെ തോടയം എന്നുള്ള പാട്ടാണ് വെച്ചാലും അതിൽ നമ്മൾ ചെയ്യുന്നത് എൻ്റേതായ രീതിയിലുള്ള സ്റ്റെപ്പുകളിൽ ഞാൻ മാറ്റം വരുത്തിയിട്ടുള്ളതാണ്. 1 2 3 4 റൈറ്റ് ലെഫ്റ്റ്. ലാസ്റ്റ് നമ്മൾ റൈറ്റ് ലെഫ്റ്റ് എന്ന് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ ഫ്രണ്ടിലോട്ട് പുഷ്പപടം പിടിച്ചിട്ട് ഒരു 1 2 3 4, ബാക്കോട്ട് ഒരു 1 2 3 4, വീണ്ടും ഫ്രണ്ടിലോട്ട് ഒരു 1 2 3 4, റൈറ്റ് ലെഫ്റ്റ്. ഇങ്ങനെ മുഴുമണ്ടലിരിക്കുകയാണ്. ഇതിങ്ങനെ ഇവിടെ വെച്ചു. നമ്മളിതിങ്ങനെ നിലത്ത് തൊട്ടിട്ട് കണ്ണിലിങ്ങനെ വെക്കുന്നു. 1 2 3 4 ഫ്രണ്ടിൽ, അതേപോലെ 1 2 3 4 ബാക്ക്, 2 3 4 ചവിട്ടണം. അത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പാട്ടിൻ്റെ അവസാനം നമ്മൾ തെയ് എന്നാണ് ചെയ്യുന്നത്. ആ തെയ് ചെയ്യുമ്പോൾ നമ്മൾ റൈറ്റും ലെഫ്റ്റും കാല് ചവിട്ടണം. അതിൻ്റെ കൂടെ നമ്മൾ നോട്ടമായിട്ട് ചെയ്യണം. നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് കലാമണ്ഡലം സുജിത സുധീഷ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് തോടയം എന്നുള്ളൊരു ഡാൻസാണ്. ഒത്തിരി ആളുകൾ മെസ്സേജൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, തോടയം ചെയ്യാൻ പറ്റുമോ ടീച്ചറെ എന്ന് ചോദിച്ചിട്ട്. അതേപോലെ ഒരുപാട് പേര് വിളിച്ചിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെന്തായാലും തോടയം എന്നുള്ളൊരു ഡാൻസ് ചെയ്യും എന്ന് വിചാരിച്ച് തന്നെയാണ്. കാരണം ഞാനും എൻ്റെ കുട്ടികൾക്ക് നമ്മൾ ഏതൊരു അരങ്ങേറ്റം വെച്ചാലും അതിൽ നമ്മൾ തോടയം ഉൾപ്പെടുത്തും. തോടയം ഉണ്ടെച്ചാൽ മാത്രമാണ് നമ്മുടെ ഒരു അരങ്ങേറ്റത്തിൻ്റെ ഒരു പൂർണ്ണതയിലെത്തുള്ളൂ. ഞാനും എൻ്റെ ആദ്യ അരങ്ങേറ്റത്തിന് തോടയമാണ് ആദ്യം ചെയ്തിട്ട് കളിച്ചിരുന്നത്. അപ്പോൾ അതേ തോടയം തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ പഠിപ്പിക്കുന്നത്. അതിൻ്റെ രാഗം നാട്ടയിലാണ് വരുന്നത്. അതുപോലെ താളം ആദ്യ താളം എന്നുള്ള താളത്തിലും ആയിട്ടാണ് വരുന്നത്. ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ ഫസ്റ്റ് അരങ്ങേറ്റത്തിന് ചെയ്തതാണ് ഈ തോടയം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനത് ഓരോ വർഷങ്ങളിലും നമ്മൾ കുട്ടികളെ അരങ്ങേറ്റം ചെയ്യുമ്പോൾ അതിൽ കുട്ടികളുടെ എണ്ണത്തിനൊക്കെ അനുസരിച്ചിട്ട് അതിലത്തെ ഒത്തിരി സ്റ്റെപ്പുകൾക്ക് നമ്മൾ മാറ്റം വരുത്താറുണ്ട്. ചിലപ്പോൾ ഗ്രൂപ്പായിട്ട് ഒരു 8-9 പേരൊക്കെ കൂടി കളിക്കുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റെപ്പുകൾ മാറ്റും. അതേപോലെ ചിലപ്പോൾ 1-2 പേരൊക്കെ ഉള്ളത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് കളിക്കുന്ന രീതിയിലും അതിൽ ചില സ്റ്റെപ്പുകളൊക്കെ നമ്മൾ മാറ്റി കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ സിംഗിളായിട്ട് കളിക്കുമ്പോഴും അതിൻ്റേതായ ചെറിയ മാറ്റങ്ങളൊക്കെ അതിൽ വരുത്താറുണ്ട്. അപ്പോൾ അതേപോലെ ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന ഈ തോടയമായാലും ഞാൻ എൻ്റെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന അതേ രീതിയിലാണ്. അപ്പോൾ ഒരു പക്ഷേ തോടയം മുന്നേ പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് അവർ പഠിക്കുന്ന അതേപോലെ ആയിരിക്കണമെന്നില്ല ഞാൻ ചെയ്യിപ്പിക്കുന്ന തോടയത്തിൻ്റെ കൈകളൊക്കെ വരുന്നത്. ഞാൻ എൻ്റേതായ രീതിയിലാണ് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുപോലെ ഇപ്പോൾ ഈ തോടയം എന്നുള്ളൊരു ഡാൻസ് ഞാൻ പറഞ്ഞല്ലോ, ചെറിയ കുട്ടിയാവുമ്പോൾ എൻ്റെ ഫസ്റ്റ് അരങ്ങേറ്റത്തിൽ ഞാൻ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് നല്ല പോലെ പാട്ടൊക്കെ പാടിയിട്ടാണ് നമ്മൾ കളിച്ച് പഠിക്കുക. അപ്പോൾ ഞാനും അതുപോലെ നല്ല പോലെ പാട്ടൊക്കെ പാടി പഠിച്ചെടുത്തതാണ്. സ്റ്റേജിൽ നമ്മൾ പാടിയിട്ടല്ല കളിക്കുന്നത്. നമ്മളൊരിക്കലും ഭരതനാട്യം സ്റ്റേജിൽ കയറിയിട്ട് പാടി കളിക്കുക എന്നല്ല, നമ്മൾ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിങ്ങനെ പാടിയിട്ടാണ് ചെയ്ത് പഠിക്കുക. അപ്പോൾ നമ്മളത് ടീച്ചറൊക്കെ പാടണത് കേട്ട് പഠിച്ചതാണ്. അതിപ്പോൾ ഞാനിവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനും അതുപോലെ ചെറുതാകുമ്പോൾ പാടി പഠിച്ചത് കൊണ്ട് ഇപ്പോൾ ഇതിൽ പാട്ടിൻ്റെ സാറുമാരൊക്കെ പാടുന്ന ചില ഭാഗങ്ങൾ ഞാൻ പറയുന്ന ചില അക്ഷരങ്ങളുടെ ചെറിയ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം എടുത്ത് പറയുന്നത്. അപ്പോൾ ഞാനിതിൽ നിങ്ങൾക്ക് അതിലത്തെ ഓരോ ലൈനിലും എങ്ങനെയാണ് കൈ വരുന്നത്, എങ്ങനെയാണ് നടത്തം വരുന്നത് എന്ന രീതിയിലാണ് ഞാൻ നിങ്ങൾക്കൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങളതെല്ലാം കൃത്യമായ രീതിയിൽ പഠിക്കുക. ഓരോ എപ്പിസോഡിലും പറയുന്നത് കൃത്യമായിട്ട് പഠിച്ചാൽ ഇതെല്ലാം നിങ്ങൾ നമ്മുടെ ഒരു ഫുള്ളായിട്ട് നമ്മൾ പഠിപ്പിക്കൽ കഴിഞ്ഞാൽ അത് ഞാൻ ചെയ്യുന്നതാണ് ഒരു വീഡിയോ ആയിട്ട്.
അപ്പോൾ അതിൽ കൃത്യമായ രീതിയിലുള്ള പാട്ടും നല്ലൊരു പാട്ട് സാറ് പാടിയൊരു പാട്ടുണ്ടായിരിക്കും, അതിൻ്റെ കൂടെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അത് പറഞ്ഞത് ഞാൻ പാടുന്ന പാട്ടിൽ ചിലപ്പോൾ എവിടെയെങ്കിലും അക്ഷരങ്ങളുടെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഇതിന് തൊട്ട് മുന്നേ ആയിട്ട് ഒരു ഐറ്റം കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. ദേവി നീയേ തുണൈ എന്ന് തുടങ്ങുന്ന ഒരു ഡാൻസ് ആയിരുന്നു. അതും ഇതേപോലെ നമ്മൾ ഓരോ എപ്പിസോഡായിട്ട് ആദ്യം അതിൻ്റെ കൈകൾ മാത്രമായിട്ട് പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് അതിലോട്ടുള്ള കാലായിട്ട് നമ്മൾ പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് അത് ഞാൻ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ അത് എല്ലാവരും കാണാത്തവരൊക്കെ ഒന്ന് കണ്ടുപഠിക്കുക കേട്ടോ. പിന്നെ ഈ തോടയം ഇതേപോലെ പഠിപ്പിക്കൽ കഴിഞ്ഞാൽ ഞാൻ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണുമ്പോൾ എല്ലാവരും എപ്പിസോഡ് ആദ്യം തൊട്ട് തന്നെ കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ എവിടേക്കാണ് ഞാൻ എന്തൊക്കെ പറയുന്നത് എന്നുള്ള കാര്യങ്ങളും അതേപോലെ സ്റ്റെപ്പിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ഓർഡറും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് തോടയം പഠിച്ചു തുടങ്ങാം. അപ്പോൾ നമുക്ക് തോടയം പഠിക്കാൻ തുടങ്ങാം. ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന രീതിയിലായിരിക്കില്ല മറ്റൊരു അധ്യാപിക തോടയം പഠിപ്പിക്കുക. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ, ഞാൻ തന്നെ ചെറുപ്പത്തിൽ എൻ്റെ ഫസ്റ്റ് അരങ്ങേറ്റത്തിൽ ഞാൻ ആദ്യമായിട്ട് കളിച്ചിട്ടുള്ളൊരു ഐറ്റമാണ് ഈ തോടയം പറയുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാനിപ്പോൾ ചിലപ്പോൾ അത് ഗ്രൂപ്പുകളായിട്ടായിരിക്കും കുട്ടികൾ കളിക്കുന്നുണ്ടാവുക, ചിലപ്പോൾ ഒരു 2 ആളായിട്ടാവും കളിക്കുന്നുണ്ടാവുക, ചിലപ്പോൾ ഒരാൾ ഒറ്റയ്ക്കായിരിക്കും തോടയം കളിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് അതിലത്തെ കുറച്ച് സ്റ്റെപ്പുകളൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളായിട്ട് വരുത്താറുണ്ട്. ഒരു 8-9 പേരൊക്കെ ഗ്രൂപ്പായിട്ട് കളിക്കുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ തുടക്ക ഭാഗങ്ങളല്ല, അതിൻ്റെ നടുവിലത്തെ ഭാഗങ്ങളൊക്കെ ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് തിരിയാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ചില സ്റ്റെപ്പുകളൊക്കെ അങ്ങോട്ട് മാറ്റും. അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ പഠിപ്പിക്കുന്നത് പാട്ട് നമ്മുടെ തോടയം എന്നുള്ള പാട്ടാണെന്ന് വെച്ചാലും അതിൽ നമ്മൾ ചെയ്യുന്നത് എൻ്റേതായ രീതിയിലുള്ള സ്റ്റെപ്പുകളിൽ ഞാൻ മാറ്റം വരുത്തിയിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ എൻ്റെ ഫസ്റ്റ് അരങ്ങേറ്റത്തിന് ചെയ്തതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ചെറുപ്രായത്തിൽ ഈ പാട്ട് കേട്ട് പഠിക്കുക ചെയ്യുന്നത്, ടീച്ചറൊക്കെ പാടി. അപ്പം ഞാനും അതുപോലെ നല്ല ടീച്ചർ പാടുന്നത് കേട്ട് പഠിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ നമ്മൾ ആ ചെറുപ്പത്തിൽ പഠിച്ചതെന്നും നമ്മുടെ ഉള്ളിലുണ്ടാവുമെന്ന് പറയില്ല. അപ്പം അതുകൊണ്ട് ഇന്നിപ്പോൾ എനിക്കിവിടെ ഇങ്ങനൊരു ഇതിൽ പാട്ട് പാടി നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒരു പാട്ട് പാടുന്ന ഒരു വ്യക്തി, നമുക്ക് പാട്ട് പാടാൻ വരുന്ന സാറോ ടീച്ചറോ ആരും ആയിക്കോട്ടെ, അവർ പാടുന്ന പോലെ അത്രയും മനോഹരമായിട്ട് എനിക്ക് പാടാൻ അറിയില്ല. പിന്നെ അതുപോലെ നമ്മൾ താളം ചേർത്ത് തന്നെയാണ് പാടുന്നത്. എന്നാൽ കൂടി ഞാൻ ചെറുതാകുമ്പോൾ പഠിച്ചതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ചില ഭാഗങ്ങളിലൊക്കെ ഒരു താന്ന് പറയേണ്ട സ്ഥലത്ത് ചിലപ്പോൾ ഞാൻ ദാന്നെങ്ങാനും പറഞ്ഞു പോകും. കാരണം അത് നമ്മളെ ചെറുപ്പത്തിൽ ഇങ്ങനെ കേട്ട് പഠിച്ചപ്പോൾ നമ്മൾ അവിടെ തായാണോ ദായാണോ നമ്മൾ അത്രമാത്രം നമ്മൾ ശ്രദ്ധിക്കില്ല. പിന്നീട് നമ്മളതങ്ങനെ അതിൻ്റെ കൂടെ നമ്മുടെ താളമൊക്കെ കളിക്കുമ്പോൾ റെഡിയാണ്. പക്ഷെ പാട്ട് പാടുമ്പോൾ മാത്രം എവിടെയെങ്കിലും അങ്ങനെയുള്ള ചെറിയ തെറ്റുകളെങ്ങാനും ഞാൻ പാടുന്ന രീതിയിലുണ്ടാവാം. പക്ഷെ ഞാനിത് നിങ്ങൾക്ക് പഠിപ്പിക്കൽ കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ ഭരതനാട്യം കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് ഈ ഡാൻസ് ചെയ്യുന്നതാണ് എൻ്റെ കുട്ടികളുടെ അരങ്ങേറ്റത്തിന് പാടിയിട്ടുള്ള ഒരു പാട്ട്. തോടയം എടുത്തിട്ട് ആണ് ഞാനത് ചെയ്ത് കാണിച്ചു തരിക. അപ്പം ഞാൻ പാടുന്നതിൽ എന്തെങ്കിലും അക്ഷരങ്ങളുടെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് വെച്ചാൽ അത് നിങ്ങൾക്ക് ആ മാഷ് പാടുന്ന പാട്ടിൽ നിന്നിട്ട് അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കളിച്ചു പോവാവുന്നതാണ്. അപ്പോൾ നമുക്ക് തോടയം തുടങ്ങാം. നമ്മൾ ആദ്യമായിട്ട് തോടയത്തിൽ ചെയ്യുന്നതാണ് നമുക്ക് കഴുത്തിനെ സൈഡിലോട്ട് 2 സൈഡിലോട്ട് ഇങ്ങനെ വെട്ടിക്കുക എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെ നമുക്ക് 2 സൈഡിലോട്ട് ആക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ സ്റ്റെപ്പും മുദ്രയും ഒക്കെ പഠിക്കുമ്പോൾ അവിടെ കഴുത്ത്, കണ്ണ് ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതാണ് നമ്മളിവിടെ തുടക്കത്തിൽ ചെയ്യണത്. അപ്പോൾ നമ്മുടെ പാട്ട് ഇങ്ങനെയാണ് ഞാൻ പാടുന്നത്. തോടകതാം താം 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 ദിം 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 ദി തകതോടങ്കു തക്കുത്താം തേയ്. ഇതാണ് നമ്മുടെ പാട്ടായിട്ട് വരുന്നത്. നമ്മൾ ആദ്യമായിട്ട് നമ്മൾ കയ്യിൽ പിടിക്കുന്ന മുദ്ര ഏതാന്ന് പറയേണ്ടത്. നമ്മൾ സംയുക്ത ഹസ്തമുദ്രത്തിൽ പുഷ്പപുടം പഠിച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ നിറയെ പൂക്കളൊക്കെ ആയിട്ട് നമ്മൾ പിടിക്കുന്നതാണ്. ആ പുഷ്പപുടമാണ് നമ്മൾ ആദ്യമായി കയ്യിലൊരു മുദ്രയായിട്ട് പിടിക്കുന്നത്. ഇത് നമ്മൾ പിടിക്കുമ്പോൾ നമ്മുടെ കഴുത്തിനെ നമ്മൾ 2 സൈഡിലോട്ട് ഇങ്ങനെ
ചലിപ്പിക്കുന്നുണ്ട്. അത് നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നേരെ നോക്കിയിട്ട് നമ്മൾ ചിരിക്കുന്നു. നല്ലപോലെ ചിരിച്ചു നിന്ന് ദേ കഴുത്തിനിതിങ്ങനെ ഇങ്ങനെ ആക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഞാനിപ്പോൾ പാട്ട് പാടുകയല്ലോ, അതിൽ നമ്മൾ ലാസ്റ്റ് വരുമ്പോൾ തെയ് 2 വട്ടം തെയ് എന്നുള്ള ആ ഒരു ഇത് വരുന്നുണ്ട്. അപ്പോൾ ആ തെയ് എന്നുള്ള ആ ഒരു ഇതിന് നമ്മൾ ലാസ്റ്റ് കഴുത്തതേ തെയ് പറയുമ്പോൾ റൈറ്റിലോട്ടും നോക്കും, അത് കഴിഞ്ഞ് നേരെ നമ്മൾ ലെഫ്റ്റിലോട്ടും നോക്കും. അതാണ് ചെയ്യണത്. അപ്പോൾ ഇതേ കൈ ഇതേ ഇങ്ങനെ പിടിച്ച് നേരെ നോക്കി ചിരിച്ചു നിന്ന് തത്തോടകതാം താം താം താ ദിൻ 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 ദി തകതോടങ്കു തക്കുത്താ തെയ്. അതിലാണ് നമ്മൾ ഈ കണ്ണ് നന്നായി തുറന്ന് വെക്കണം. എന്നിട്ട് വേണം ചിരിച്ച്. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഷോൾഡർ അനങ്ങരുത്. നമ്മളെപ്പോഴും കഴുത്ത് മാത്രമായിട്ട് വേണം അനക്കാൻ. ആ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലൈനിൽ നമ്മൾ എന്താ ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് നമ്മൾ ഫ്രണ്ടിലോട്ട് നമ്മൾ നടക്കുകയാണ്. ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടൊക്കെ ആയിട്ട് നടക്കുകയാണ് ചെയ്യണത്. അപ്പോഴും നമ്മുടെ കയ്യിൽ എന്താ, നമ്മൾ ഈ പുഷ്പപുടം പിടിച്ചിട്ടാണ് നമ്മൾ നടക്കണത്. അപ്പോൾ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടൊക്കെ പോകുന്ന സ്റ്റെപ്പിൻ്റെ എണ്ണം ഞാൻ പറയുന്നുണ്ട്. നമ്മൾ ഫ്രണ്ടിലോട്ട് ആദ്യം നടക്കുന്നത് 1, അതായത് നമ്മളെപ്പോഴും റൈറ്റാണ് തുടങ്ങുക. അപ്പോൾ 1 2 3 4 എന്നുള്ളത് സമമായിരിക്കണം. പിന്നെ അതേപോലെ നമ്മൾ ബാക്കിലോട്ട് ഒരു 4 വരികയാണ്. അപ്പോൾ ബാക്കിലോട്ട് വരുമ്പോൾ നമ്മൾ റൈറ്റ് എടുത്തിട്ട് തന്നെ വരിക. 1 2 3 4, അതും ആ 4 എത്തുമ്പോൾ സമമായിരിക്കണം. പിന്നെ അതേപോലെ ഒരു 4ഉം കൂടി നമ്മൾ ഫ്രണ്ടിലോട്ട് വീണ്ടും പോവുകയാണ്. 1 2 3 4. അപ്പോൾ ആ 4 എത്തുമ്പോൾ എന്താണ്, നമ്മൾ സമമാണ്. മൊത്തം നമ്മൾ പറയുകയാണെന്ന് വെച്ചാൽ ഫ്രണ്ടിലോട്ടൊരു 4, ബാക്കിലോട്ടൊരു 4, വീണ്ടും ഫ്രണ്ടിലോട്ടൊരു 4. അത് കഴിഞ്ഞിട്ട് വെച്ച് നമ്മൾ ഈ പാട്ടിൻ്റെ ലാസ്റ്റ് തെയ് 2 തെയ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പോവുക. അപ്പോൾ നമ്മൾ അത് കയ്യിൽ പുഷ്പപുടം പിടിച്ചിട്ട് റൈറ്റും ലെഫ്റ്റും കാലുകൾ ചവിട്ടി കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ ആ എണ്ണത്തിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ എണ്ണത്തിൽ തന്നെ പഠിക്കൂ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ അത്രയും നന്നായി പാട്ട് പാടുന്ന ആളൊന്നുമല്ല. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഞാൻ പറയുന്ന പോലെ കാലുകൾ ചവിട്ടി പഠിക്കൂ. എന്നിട്ട് ഞാൻ ഈ ഐറ്റം ഫുള്ളായിട്ട് കളിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ നല്ല രീതിയിൽ കളിച്ച് പഠിക്കാം. അപ്പോൾ കയ്യിൽ ഇപ്പോൾ നമ്മൾ പുഷ്പപുടാണ് പിടിക്കുന്നത്. അപ്പോൾ കാലിൻ്റെ നടത്താണ്. കാല് നമ്മളെപ്പോഴും പൊന്തിച്ച് നടക്കണം. നമ്മൾ സമം നിന്നിട്ട് 1 2 3 4 1 2 3 4 1 2 3 4 റൈറ്റ് ലെഫ്റ്റ്. ഇതാണ് നമ്മുടെ വരുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താണ്, നമ്മുടെ കയ്യിൽ പുഷ്പപുടാണ്. അപ്പോൾ ഞാനൊന്ന് ആ പുഷ്പപുടം പിടിച്ചിട്ട് ആ 1 2 3 4 എന്നുള്ള ആ ഒരു ലൈനിൻ്റെ കാല് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ പുഷ്പപുടം പിടിക്കണോ, എന്നിട്ട് നേരെ നോക്കി ചിരിച്ചിട്ടാണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ 1 2 3 4 1 2 3 4 1 2 3 4 റൈറ്റ് ലെഫ്റ്റ്. അതാണ് അടുത്തൊരു പാട്ടിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മൾ ആദ്യം ചെയ്തത് പുഷ്പപുടം തന്നെ കയ്യിൽ പിടിച്ച് കഴുത്തതേ ഇങ്ങനെ ആക്കി, അതിൻ്റെ ലാസ്റ്റ് നമ്മൾ റൈറ്റ് ലെഫ്റ്റ് എന്ന് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ ഫ്രണ്ടിലോട്ട് പുഷ്പപുടം പിടിച്ചിട്ട് ഒരു 1 2 3 4, ബാക്കോട്ട് ഒരു 1 2 3 4, വീണ്ടും ഫ്രണ്ടിലോട്ട് ഒരു 1 2 3 4, റൈറ്റ് ലെഫ്റ്റ്. ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിലാണുള്ളത്. അപ്പോൾ നമുക്ക് വീണ്ടും ബാക്കിലോട്ടൊരു 4 നടക്കാം. ബാക്കിലോട്ട് 1 2 3 4, അതേപോലെ ഫ്രണ്ടിലോട്ട് 1 2 3 4. അത് കഴിഞ്ഞിട്ടെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ എന്താണ്, പുഷ്പപുടം പൂക്കളാണ്. അത് നമ്മൾ ഇങ്ങനെ താഴെ വയ്ക്കുന്നു. നേരെ നമ്മളിങ്ങനെ തൊട്ട് നിറകിൽ വെച്ച് തൊഴുത് എണീക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ബാക്കിലോട്ടുള്ള നടത്തവും മുഴുമണ്ഡലവും
സമത്തിൽ നിന്നിട്ടുള്ള കാലും ചവിട്ടണത് പറയാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ നമുക്ക് കൈ ചെയ്യാം. ഇപ്പോഴും നമ്മുടെ കയ്യിൽ പുഷ്പപുടാണ്, അപ്പോൾ കാലിൻ്റെ എണ്ണാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിലോട്ട് നടക്കാം. കയ്യിൽ പുഷ്പപുടാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ കാല് കാണിച്ചിട്ട് നമുക്ക് കൈ അതിൻ്റെ കൂടെ ചെയ്യേ. അപ്പോൾ കൈയൊക്കെ നല്ലപോലെ കുത്തിവെച്ച് ബാക്കിലോട്ട് 1 2 3 4 1 2 3 4. ഇത് കഴിഞ്ഞത് നമ്മൾ നേരെ മുഴുമണ്ഡലത്തിലോട്ട് ഇരിക്കാൻ പോവുകയാണ്, ആ പാട്ടിൻ്റെ ബാക്കി. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കയ്യിലുള്ള പൂക്കൾ അവിടെ വെച്ച് നമ്മൾ തൊട്ട് നിറകിൽ വെക്കും. എന്നിട്ട് നമ്മൾ അപ്പോൾ തന്നെ വേഗം സമത്തിലോട്ട് വന്ന് നമ്മുടെ റൈറ്റ് ചവിട്ടും ലെഫ്റ്റ് ചവിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ കാല് ചെയ്തു, അതിനുള്ള കൈ പറഞ്ഞല്ലോ നമ്മൾ പുഷ്പപുടാണ്. പുഷ്പപുടം പിടിച്ച് നേരെ നോക്കി ചിരിച്ച് നമ്മൾ ബാക്കിലോട്ട് 1 2 3 4 1 2 3 4. ഇനി നമ്മൾ നേരെ മുഴുമണ്ഡലം ഇരിക്കുകയാണ്. ഇതിങ്ങനെ ഇവിടെ വെച്ചു, നമ്മളിതിങ്ങനെ നിലത്ത് തൊട്ടിട്ട് കണ്ണിലിങ്ങനെ വെക്കുന്നു. അവിടെ നിന്ന് നേരെ എണീറ്റ് നമ്മൾ റൈറ്റ് ചവിട്ടുമ്പോൾ മേലേക്ക്, ലെഫ്റ്റ് ചവിട്ടുമ്പോൾ നേരെ. ഇത് കുറച്ച് സ്പീഡിലായിട്ടാണ് വരിക. അപ്പം നിങ്ങളിങ്ങനെ കാലിൻ്റെ എണ്ണൊക്കെ ഇതേപോലെ ചെയ്ത് പഠിക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി ആ സ്റ്റെപ്പുകളുടെ എണ്ണം, മുഴുമണ്ഡലം, സമം ഓരോരോ ഭാഗങ്ങളായിട്ട് മനസ്സിലാവുക. നമ്മളിപ്പോൾ ആദ്യത്തെ 3 ലൈനാണ് ചെയ്തത്. ഞാനൊന്ന് അത് 3ഉം കൂടി ഒരുമിച്ചിട്ടൊന്നുകൂടി പറയുന്നുണ്ട്. നമ്മൾ ആദ്യത്തെ ഇത് ചെയ്തത് കൈ ഇവിടെ ഇങ്ങനെ പിടിച്ച് പുഷ്പപുടം പിടിച്ച് നേരെ നോക്കി ചിരിച്ച് കഴുത്തിങ്ങനെ ആട്ടുക. അതിൻ്റെ ലാസ്റ്റ് നമ്മൾ റൈറ്റും ലെഫ്റ്റും നോക്കി. പിന്നെ പറഞ്ഞതാണ് നമ്മൾ 1 2 3 4 ഫ്രണ്ടിൽ, അതേപോലെ 1 2 3 4 ബാക്ക്, 1 2 3 4 ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ നമ്മളൊരു റൈറ്റും ഒരു ലെഫ്റ്റുമാണ് ചവിട്ടണത്. അത് നമ്മുടെ രണ്ടാമത്തെ ലൈൻ കഴിഞ്ഞു. നമ്മൾ ബാക്കിലോട്ട് പോകണ്ട പറഞ്ഞത്. ബാക്കിലോട്ട് 1 2 3 4 ഫ്രണ്ടിലോട്ട് 1 2 3 4 നേരെ മുഴുമണ്ഡലം. ഇത് ഇവിടെ നിന്ന് തൊട്ട് നിറകിൽ വെച്ചു. റൈറ്റും ലെഫ്റ്റും ചവിട്ടാണ്. അപ്പോൾ റൈറ്റ് ചവിട്ടുമ്പോൾ നമ്മുടെ കൈ മുകളിലാണ് വരിക, ലെഫ്റ്റ് ചവിട്ടുമ്പോൾ നമ്മുടെ കൈ ഇവിടെയാണ് വരിക. അപ്പോൾ ഇപ്പോൾ ചെയ്ത 3 ലൈന് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത് ഞാൻ പറഞ്ഞ ആ കറക്റ്റ് 1 2 3 4 അതിൽ തന്നെ കളിച്ച് പഠിക്കൂ കേട്ടോ. അപ്പോൾ ആദ്യത്തെ നമ്മളൊരു 3 ലൈന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കൈ വന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഈ വന്ന കൈയിലാണ് ഇനി നമ്മൾ അടുത്തൊരു 1-2 പാട്ടുകളൊക്കെ നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ കൈ ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മൾ ബാക്കിലോട്ട് പോണ എണ്ണം. ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. നമ്മൾ ഈ തേന്ന് മേലെയും നേരെയും നോക്കി, റൈറ്റ് ചവിട്ടിയപ്പോൾ മേലെ നോക്കി, ലെഫ്റ്റ് ചവിട്ടിയപ്പോൾ നമ്മൾ നേരെ നോക്കി. അപ്പോൾ നമ്മൾ നേരെയാണ് നോക്കിയിട്ട് കൈ ഇങ്ങനെ പിടിച്ചിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും ബാക്കിലോട്ട് പോകണം. അപ്പോൾ ഇനി അടുത്ത 2 പാട്ടുകളെ ഒരേ സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ ചെയ്യണത്. പക്ഷേ അതിന് ഒരെണ്ണം റൈറ്റ് സൈഡും പിന്നെ ഒരെണ്ണം ലെഫ്റ്റും എന്ന രീതിയിലാണ് നമ്മൾ ചെയ്യണത്. ഇനി നമ്മൾ ബാക്കിലോട്ടാണ് പോകണത്. അപ്പോൾ ആ സ്റ്റെപ്പിൻ്റെ എണ്ണൊന്ന് ഞാൻ പറയാം. നമ്മൾ ബാക്കിലോട്ട് 1 2 3. അപ്പോൾ 3ൽ നമ്മൾ സമാവാണ്. പിന്നെ നമ്മുടെ കാല് നമ്മൾ ബാക്കിലും ഫ്രണ്ടിലുമായിട്ട് ഒരു 1 2 3 4 എന്ന് ചവിട്ടാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിലുള്ള നമ്മൾ വീണ്ടും ഫ്രണ്ടിലോട്ട് വരികയാണ്. ഫ്രണ്ടിലോട്ട് വരുമ്പോൾ നമ്മൾ 1 2 3 4 ചവിട്ടണം. അത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പാട്ടിൻ്റെ അവസാനം നമ്മൾ തെയ് എന്നാണ് ചെയ്യുന്നത്. ആ തെയ് ചെയ്യുമ്പോൾ നമ്മൾ റൈറ്റും ലെഫ്റ്റും കാല് ചവിട്ടണം. അതിൻ്റെ കൂടെ നമ്മൾ നോട്ടമായിട്ട് ചെയ്യണം. അപ്പോൾ പറഞ്ഞത് ഞാൻ കാലിൽ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ സമത്തിലാണ്. നമ്മൾ ഇങ്ങനെ കൈ ഇങ്ങനെ തൊഴുതാണ് ഇങ്ങനെ പിടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് ബാക്കിലോട്ട് നമ്മൾ 1 2 3. ഇനി നമ്മൾ അരമണ്ഡലമാണ് ഇരിക്കാൻ പോണത്. അപ്പോൾ നമ്മൾ അരമണ്ഡലം ഇരുന്നിട്ട് ഇപ്പോൾ നമ്മൾ റൈറ്റ് സൈഡായിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ നമ്മുടെ റൈറ്റ് കാല് നമ്മൾ നാട്ടിടവ് 3 പഠിച്ച പോലെ ലെഫ്റ്റിൻ്റെ ബാക്കിൽ നമ്മൾ 1 2 3 4
നമ്മൾ നാട്ടടവ് 3 പറഞ്ഞത് കാല് ബാക്കിൽ ഇങ്ങനെ കുത്തി വെക്കണ കാര്യമാണ് പറഞ്ഞത്. പിന്നെ നമ്മളത് ഇങ്ങോട്ട് സൈഡിലായിട്ടാണ് ചവിട്ടണത്. അപ്പോൾ ഇതൊന്നുകൂടിയും പറയാം. ഇതെങ്ങനെ ഇരുന്നിട്ട് 1 2 3 4. അത് കഴിഞ്ഞാൽ നേരെ ഫ്രണ്ടിലോട്ട് വീണ്ടും നമ്മൾ 4 സ്റ്റെപ്പ് ചവിട്ടാണ്. 1 2 3 4. പിന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ റൈറ്റ് കാല് റൈറ്റ് ചവിട്ടുക, എന്നിട്ട് ലെഫ്റ്റ് ചവിട്ടുക. ഇപ്പം നമ്മൾ ചെയ്തത് എന്താണോ അതന്നെ നമ്മൾ നേരെ ലെഫ്റ്റ് സൈഡിലോട്ടും ചെയ്യാണ്. അപ്പോൾ ഞാനിപ്പോൾ കാലിൻ്റെ എണ്ണം പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മൾ ബാക്കിലോട്ട് 1 2 3, അത് കഴിഞ്ഞിട്ട് റൈറ്റ് കാല് ബാക്കിലും ഫ്രണ്ടിലും ബാക്കിലും ഫ്രണ്ടിലുമായിട്ടൊരു 1 2 3 4. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഫ്രണ്ടിലോട്ട് നടന്ന് വരികയാണ്. 1 2 3 4. അത് കഴിഞ്ഞിട്ടെന്ന് വെച്ചാൽ റൈറ്റ് ലെഫ്റ്റ്. ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ കൈ ഇതേ ഇങ്ങനെയാണ് പിടിച്ചെടുക്കുന്നത്. അപ്പോൾ കയ്യിൽ ചെയ്യുന്നത് പറയുന്നുണ്ട്. നമ്മളിതേ നേരെ നോക്കിയിട്ട് 1 2 3. അത് കഴിഞ്ഞ് നമ്മൾ അരമണ്ടലിരുന്ന് ചെയ്യുമ്പോൾ ഈ കാലിവിടെ കുത്തുമ്പോൾ ഒന്ന് നമ്മളിങ്ങനെ ചെരിഞ്ഞ് ഇതേ ഇങ്ങോട്ട് നോക്കി 1 2. അതേപോലെ 3 4. അവിടെ ചെറിയൊരു ചെരിവ് കൊടുത്ത് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഭംഗിയാണ്. എന്നിട്ട് നമ്മൾ നേരെ ഫ്രണ്ടിലോട്ട് വീണ്ടും 1 2 3 4. അത് കഴിഞ്ഞിട്ടെന്ന് വെച്ചാൽ നമ്മൾ റൈറ്റ് നോക്കണു, ലെഫ്റ്റ് നോക്കണു. അപ്പോൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ എന്താണോ റൈറ്റ് ചെയ്യണത് അത് അതേപോലെ നമ്മൾ ലെഫ്റ്റും കൂടി ചെയ്യണം പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ചെയ്ത അതേ സ്റ്റെപ്പ് ലെഫ്റ്റ് കാലെടുത്തിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ബാക്കിലോട്ട് നടക്കുകയാണ്. 1 2 3. ഇതൊക്കെ 3 നിൽക്കുമ്പോഴൊക്കെ നമ്മൾ സമമാക്കാൻ ശ്രദ്ധിക്കണം. അപ്പോഴേ നമ്മുടെ കാലിനൊക്കെ കുറച്ചും കൂടി ഭംഗി കൂടുള്ളൂ. അതുപോലെ കാലൊക്കെ പൊന്തിച്ച് വെച്ച് നടക്കുക, അതൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി നമ്മൾ അരമണ്ടലിരുന്നു. നേരത്തെ നമ്മൾ റൈറ്റ് ചെയ്ത അതേപോലെ ഇവിടെ ലെഫ്റ്റ്, എന്നിട്ട് ലെഫ്റ്റ് ചവിട്ടുക, വീണ്ടും ലെഫ്റ്റ് ബാക്കിൽ കുത്തുക, ലെഫ്റ്റ് ചവിട്ടുക. അത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിലോട്ട് വീണ്ടും 1 2 3 4 വന്നു. എന്നിട്ട് നമ്മൾ ലെഫ്റ്റ് ചവിട്ടുക, റൈറ്റ് ചവിട്ടുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൈയും കൂടിയും അതിൻ്റെ കൂടെ ചെയ്യാം. റൈറ്റ് ചെയ്ത് അതേപോലെ തന്നെ നമ്മൾ വീണ്ടും കൈ പിടിച്ചു ബാക്കിലോട്ട് പോകുമ്പോൾ നേരെ നോക്കി ചിരിച്ചിട്ട് 1 2 3. അത് കഴിഞ്ഞാൽ പറഞ്ഞല്ലോ അരമണ്ഡലം. ലെഫ്റ്റ് കാല് വയ്ക്കുമ്പോൾ ഒന്ന് നമ്മൾ ചെരിഞ്ഞ് ഇങ്ങോട്ട് നോക്കുക, നേരെ വീണ്ടും ചെരിഞ്ഞൊന്ന് ഇങ്ങോട്ട് നോക്കി ഇങ്ങനെ ചവിട്ടാം. എന്നിട്ട് ഫ്രണ്ടിലോട്ട് 1 2 3 4. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ലെഫ്റ്റ് ചവിട്ടുക, എന്നിട്ട് റൈറ്റ്. അപ്പോൾ പിന്നെ ലെഫ്റ്റ് ചവിട്ടുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുക, റൈറ്റ് ചവിട്ടുമ്പോൾ റൈറ്റ് സൈഡിലോട്ട് നോക്കുക. ഇപ്പം നമ്മൾ റൈറ്റ് സൈഡാകിയിട്ട് നമ്മളൊരു പാട്ട് പോയിട്ട് വന്നു. അതേപോലെ നമ്മൾ ലെഫ്റ്റ് സൈഡും അതേപോലെ ലെഫ്റ്റ് കാലെടുത്തിട്ട് നമ്മൾ പോയി വന്നു. ഇനി നമ്മൾ ചെയ്യുന്ന കാല് ഇതാണ്. ദിത്തിത്തൈ ദിത്തിത്തൈ ബാക്കിലോട്ട് 1 2 3. പിന്നെ ലെഫ്റ്റ് ദിത്തിത്തൈ ദിത്തിത്തൈ ഫ്രണ്ടിലോട്ട് 1 2 3. അതാണ് ഇനി നമ്മൾ ചെയ്യണത്. അപ്പോൾ നമുക്ക് ദിത്തിത്തൈൻ്റെ കാലൊന്ന് നോക്കാം. ദിത്തിത്തൈ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മുടെ കൈ ഇതന്നെയാണ് കേട്ടോ വരിക, ഇങ്ങനെ കൈ പിടിച്ചിട്ടാണ്. അപ്പോൾ കാല് വരുന്നത് ധി തി തൈ ധി തി തൈ 1 2 3. അതേപോലെ ലെഫ്റ്റ് കാലും നമ്മൾ ദിത്തിത്തൈ ധി തി തൈ ധി തി തൈ 1 2 3. അതാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കൈ എന്താണ്, നമ്മൾ ഇതുവരെ കൈ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മൾ ഇത് കുറച്ച് ദിത്തിത്തൈ സ്പീഡിലായിട്ടാണ് പാട്ടിൻ്റെ കൂടെ വരും. ഇപ്പോൾ പതുക്കെ കളിക്കുക. അപ്പോൾ ദി തി തൈ ഒന്ന് ചെരിഞ്ഞ് വരച്ചെടുക്കുക. ദി തി തൈ അങ്ങനെ എടുത്തിട്ട് ബാക്ക് 1 2 3. വീണ്ടും ദിത്തിത്തൈ ലെഫ്റ്റ് വരുമ്പോൾ ദി തി തൈ ദി തി തൈ കോണായിട്ട് ചെരിഞ്ഞ് കോണായിട്ട് നോക്കാം. എന്നിട്ട് 1 2 3.
അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ ഞാൻ ഇത്രയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കാലിൻ്റെ എണ്ണമൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ ഇങ്ങനെ ചവിട്ടി ചവിട്ടി പഠിക്കൂ. അപ്പോൾ നിങ്ങൾക്ക് അത് എത്ര ഇപ്പം ഞാൻ പറഞ്ഞു 4 4 4 അതൊക്കെ അതിൻ്റെ നമ്മൾ നടക്കുന്ന താളത്തിൻ്റെ ആ ഒരു കണക്ക് പ്രകാരമുള്ളതാണ്. അപ്പോൾ ഇന്ന് എന്തൊക്കെ പഠിച്ചതെന്ന് ഞാനൊരു വട്ടം കൂടിയും പറയാം. നമ്മൾ ഫസ്റ്റിൽ ചെയ്തതിൻ്റെ പറയേണ്ടത് നമ്മളിതേ പുഷ്പപുടം പിടിച്ച് നേരെ നോക്കി ചിരിച്ച് നിന്നിട്ട് തത്തോടക താം 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 ദിന്തി ദിന്തി തകതോടങ്കു തക്കു താം തേ. അതായിരുന്നു നമ്മൾ ആദ്യം ചെയ്തത്. അടുത്തൊരു പാട്ടിന് ഇപ്പം ഞാൻ അത്രയും നന്നായിട്ട് പറയുന്നില്ല, നിങ്ങൾ ആ സ്റ്റെപ്പൊക്കെ നന്നായിട്ട് ചെയ്യുക. ഇനി നമ്മൾ ചെയ്ത ഫ്രണ്ടിലോട്ടായിരുന്നു നമ്മളിങ്ങനെ തോടക താം 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 ധിന്തി ധിന്തി തകതോടങ്കു തക്കു താം തേ. അതായിരുന്നു രണ്ടാമത്തെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ബാക്കിലോട്ടായിരുന്നു മൂന്നാമത്തെ. തോടക താം 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 ധിം 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 തകതോടങ്കു തക്കു താം തേ. ഇതിപ്പോൾ ഞാൻ പാടുമ്പോൾ ഒരു പൊടിക്കൊരു സ്പീഡ് ഇങ്ങനെ കയറി വരുന്ന പോലെ ഉണ്ട്. ഇത്രയും സ്പീഡിലല്ല നമ്മൾ ചെയ്യുക. അപ്പോൾ ഞങ്ങൾക്ക് ഒരു എണ്ണൊക്കെ ഒന്ന് മനസ്സിലായിക്കോട്ടെ വെച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കൽ കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ കൃത്യമായ രീതിയിൽ നമ്മളത് കളിച്ച് കാണിക്കുന്നതാണ്. ഇനി അടുത്തത് നമ്മൾ ബാക്കിലോട്ടാണ് പോണത്. അപ്പോൾ കൈ ഇതെങ്ങനെ പിടിച്ചിട്ട് തോടക താം 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 ധിന്തി ധിന്തി തകതോടങ്കു തക്കു താം തേ. അതേപോലെ ലെഫ്റ്റും തോടക താം 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 ധിന്തി ധിന്തി തകതോടങ്കു തക്കു താം തേ. ഇതിപ്പോൾ ഞാൻ വെറുതെ കളിച്ചിട്ട് മാത്രമേ ഉള്ളൂ. അതിൽ കാര്യമായിട്ട് അരമണ്ഡലം അങ്ങനെയൊന്നും ഇരുന്നിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലാവാനൊന്നും ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ദിത്തിത്തേ വരുമ്പോൾ ദേ ഇങ്ങനെയാണ് സ്പീഡ് വരിക. ദിത്തിത്തേ ദിത്തി തകതി ദിഗുത് ഹസ്തങ്ക ദിഗു തക ദിഗു ഹസ്തങ്ക ദിഗു തക ദിഗുതോ ഹസ്ത. ഇപ്പം ഞാൻ ചെയ്ത സ്പീഡിലല്ല പാട്ട് വരിക. ഞാനിപ്പോൾ എൻ്റെ ഒരു ഇതിൽ നിങ്ങൾക്കൊരു റഫായിട്ട് ഇങ്ങനെ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഇത് ഞാൻ പറഞ്ഞ സ്റ്റെപ്പുകളുടെ എണ്ണം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യൂ. എന്നിട്ട് അതിൻ്റെ കൂടെ ഇങ്ങനെ നോട്ടവും ഇതൊക്കെ ഇങ്ങനെ ചെയ്യട്ടെ. ഇത് ഞാൻ പാട്ടോട് കൂടിയിട്ടുള്ള ഡാൻസായിട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഈ സ്റ്റെപ്പൊക്കെ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതിൽ നോക്കിയിട്ട് അതിൻ്റെ കൂടെ കൃത്യമായ രീതിയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഇത്രയാണ് പഠിപ്പിക്കുന്നത്. എല്ലാവരും നല്ല രീതിയിൽ അതൊക്കെ ചെയ്ത് പഠിക്കുക. ഞാൻ അതിൻ്റെ കറക്റ്റായിട്ടുള്ള സ്പീഡിലല്ല കാര്യങ്ങൾ പറഞ്ഞെടുക്കുന്നത്, അതിൻ്റെ എണ്ണങ്ങളും അങ്ങനെയൊക്കെയാണ് പറഞ്ഞു തന്നെടുക്കുന്നത്. ഇതിന് ശേഷം ഞാൻ ഈ വീഡിയോ ആയിട്ട് ഞാൻ കളിച്ച് കാണിച്ച് തരുന്നതാണ്. അപ്പോൾ നിങ്ങളതിൽ നോക്കിയിട്ട് ആ എണ്ണെല്ലാം കറക്റ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ അടുത്തൊരു ഭാഗമായിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞതൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വെച്ചാൽ എല്ലാവരും എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഫോളോ ചെയ്യുക.